Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നേക്കുന്നേ? കഴിച്ചു. കഴിച്ചു, എല്ലാവരും കഴിച്ചല്ലേ? ഓക്കെ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നോ? Yes, ma'am. Okay. Yes, ma'am. എല്ലാവരും ആഡ് ചെയ്തോ? എല്ലാവരും ആയി വന്നോ ഇപ്പോ? Maximum add ആയിട്ടുണ്ട്, ma'am. മാക്സിമം ആഡ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ഒക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നല്ലോ. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. ആരാണ് പ്രയർ ചെയ്യുന്നതെന്ന്? ജിസീല. ഓക്കെ. Good afternoon, all. I am Jasila. ഈശ്വര കൈകൂപ്പി നിൽക്കുന്നുള്ള ഈറനണിഞ്ഞ മിഴികളോടെ അച്ഛനും എന്ത് പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചു ഗുരുവിനെ സ്നേഹിച്ചു ആദരിച്ചു കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിലച്ചും ഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ സ്വീകരിച്ചും ഈശ്വര നിൽക്കുനാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ തമ്പുരാനെ. Then signing. Hi, ma'am. Tajunisa. എന്താണ് പേര്? Tajunisa. താജുനിസ. കുട്ടികളാണേലും മുതിർന്നവരാണേലും തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ പൊതുവായി ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം സംരക്ഷിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നല്ല ഹാപ്പി ആയിട്ട് ഒരു കുഞ്ഞ് ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുഖത്ത് ഒരൊറ്റ അടി, അങ്ങനെ ചെയ്യുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന ഷോക്ക്. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വാക്ക് തോട്ട് ഈ രീതിയിൽ കൊടുക്കുന്നത്. ശബ്ദം സംരക്ഷിക്കുവാൻ അവോയ്ഡ് തോട്ട് ക്ലിയറിംഗ്, വാക്ക് ഹൈജീനിക്. താങ്ക് യു മാം. Okay. Then thought of the day. Hi, ma'am. Jolsana. Jyotsna. Okay. Good afternoon, all. My name is Jolsana. I am going to present today's thought. Thought is, education is the key to unlock the golden door of freedom and success. George Washington. I repeat my thought. Education is the key to unlock the golden door of freedom and success. George Washington. Thank you. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ യോഗ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ? യോഗ ആരാണ്? ആരായിരുന്നു? ഇപ്പൊ റെഡി ആണോ ചെയ്യാനായിട്ട്? സിറ്റുവേഷൻ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണോ അല്ലയോ? മിസ് പറഞ്ഞോ? എന്താ രമ്യ?
ആരെങ്കിലും ചെയ്യാൻ റെഡിയാണോ? രമ്യ റെഡിയാണോ? വലുതായിട്ടൊന്നും അറിയില്ല മാം. ഓക്കെ, അറിയാവുന്നത് മാത്രം ചെയ്താൽ മതി. യോഗയുടെ അല്ലേ? ആ, പിന്നെ ഏതായിരുന്നു? എന്താണ് മാം? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു 3 ആസനാസ് കാണിക്കാം. ആ, ഓക്കെ ഓക്കെ. കാണാമോ? ഞാനൊന്ന് പിൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, കാണാമോ? ആ കാണാം. ആദ്യത്തത് വൃക്ഷാസന. കാല് മേലെ പൊക്കിയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈ മേലോട്ട് കൊണ്ടുപോകുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴോട്ട് കൊണ്ടുവരിക. ഇത് മെയിൻ ആയിട്ട് ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ താടാസന. കൈ ഇങ്ങനെ രണ്ടും കോർത്ത് പിടിച്ചുകൊണ്ട് മേപ്പോട്ടാക്കുമ്പോഴത്തേക്കും ശ്വാസം വലിച്ചുകൊണ്ട് നമ്മുടെ ഹീലും പൊക്കുക. ഹോൾഡ് ചെയ്തതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരിക. പിന്നെ പോരെ. ഓക്കെ, നല്ലായിരുന്നു കേട്ടോ. കാണിച്ചതിന് പ്രത്യേക താങ്ക്സ്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഇല്ല. ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ആക്ഷൻ സോങ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണം അല്ലേ? ആക്ഷൻ സോങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ. എല്ലാവരും ചെയ്യണമെന്നില്ല, 1-2 ആളുകൾ മാത്രം ചെയ്താൽ മതി. മിസ് ഒരു ഡൗട്ട്. പറഞ്ഞോളൂ വിന്ദുജ. ആക്ഷൻ സോങ്ങിന് ഉദ്ദേശിച്ചത് എന്തിനെ പറ്റിയിട്ടാ? അങ്ങനെയുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളതാ? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആക്ഷൻസ് കാണിച്ച് ചെയ്യുന്നതാണ്. പിന്നെ അത് ഇപ്പൊ നമുക്ക് വീഡിയോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഓഡിയോ മാത്രം മതിയാകും. കുട്ടികളെ നമ്മൾ കുട്ടികളെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ സോങ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളല്ല, വേറൊരു ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ഷൻ സോങ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മാക്സിമം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കാം. ഓക്കെ ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ വിന്ദുജ, ഒന്ന് പിൻ ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ. Up and down, in between, round and round and round it, no dear clean, deeply clean. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ വിന്ദുജ കണ്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ വിന്ദുജ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരുന്നത്? അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, കഴിയാവുന്നത് മാക്സിമം നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഇനി അതിനെ പറ്റാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. മിസ്, ഞാൻ ഒരെണ്ണം ചെയ്യാം. കുട്ടികൾക്ക് പഠിപ്പിച്ചതാണ്.
ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ്. Clap your hands, clap your hands. Listen to the music and clap your hands. Turn around, turn around. Listen to the music and turn around. Thanks. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഫിസിക്കൽ ഫിറ്റ്നസും പിന്നെ മെന്റൽ ഹെൽത്ത് അതിനെ പറ്റി. ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെന്റൽ ഹെൽത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമുക്ക് നോക്കാനുള്ളത് എന്താണ്? വെൽനെസ് ആണ്. വെൽനെസ് എന്താ? ഏകദേശം ഒരു ധാരണ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വെൽനെസ് ആരോഗ്യം, സുഖം, എന്താണ്? ആരോഗ്യം Taking care of health. ടേക്കിംഗ് കെയർ ഓഫ് സെൽഫ് അല്ലെ? നമ്മള് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആകണം, മെന്റലി നമ്മൾ ഫിറ്റ് ആകണം, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ് നമുക്ക് വേണം അല്ലെ? എന്നാൽ മാത്രമല്ല നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആവാനായിട്ട് സാധിക്കുക. ആണോ? ആണല്ലേ? എങ്ങനെയാ? അതായത് നമ്മൾ സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ വെൽനെസിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്ന ചില ആളുകളുണ്ട് അല്ലെ? കാര്യമായിട്ടുള്ള കൺസിഡറേഷനോ അല്ല വേണ്ട രീതിയിലുള്ള പരിഗണനയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കിട്ടാതെ പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാല് വേണ്ട രീതിയിലുള്ള കൺസിഡറേഷൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ചില എക്സാം ഒക്കെ എഴുതി അവർക്ക് ഉയർന്ന റാങ്കുകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല ജോലിയുണ്ട്, അതുപോലെ നല്ല വീടുണ്ട്, അതുപോലെ ക്യാഷ് ഉണ്ട്, വെഹിക്കിൾ വാഹനമുണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ വലിയ വീടാണ്, ഒരു 3 നില വീടായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അതുപോലെ തന്നെ കൈ നിറച്ച് പണം ഉണ്ടായിരിക്കാം, അതുപോലെ കുറേയധികം വണ്ടികൾ, ഇപ്പൊ കാർ ഉൾപ്പെടെയുള്ള എല്ലാത്തരം വാഹനങ്ങളും അവരുടെ വീട്ടിലുണ്ടാകാം. പക്ഷെ അവർക്ക് ചിലപ്പോ സമാധാനം എന്നൊന്ന് ഉണ്ടാകണമെന്നില്ല. നിർബന്ധമുണ്ടോ ഉണ്ടാകണം എന്ന്? ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടിയും എത്രയോ പേര് നമ്മുടെ ചുറ്റുമല്ലേ, നമ്മുടെ ലോകത്ത് എത്രയോ പേരുണ്ട് മനസ്സമാധാനം ഇല്ലാതെ ജീവിക്കുന്നവര് അല്ലെ? എല്ലാരും ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ക്യാഷ് ഉണ്ട്, വാഹനമുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. പിന്നെ എന്ത് വേണം? ജീവിക്കാനായിട്ട് പണമുണ്ട്, അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് ഒരു വീടുണ്ട്, ധാരാളം വണ്ടികളുണ്ട് മാനേജ് ചെയ്യാനായിട്ട്. പക്ഷെ എന്താണ്, അവർക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ല. എപ്പോഴും മനസ്സിങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുവാണ്. അവർക്ക് മനസ്സമാധാനം ഇല്ലെന്ന് തന്നെ പറയാം അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ഈ ഒരു കൂട്ടരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുള്ളൂ. അതായത് സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ അത്തരത്തിലുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മിക്ലിംഗ് ചിലപ്പോ ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സൊസൈറ്റിയുമായിട്ട് നേരിട്ടുള്ള കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്തരക്കാർക്ക് നേരത്തെ നര വരുന്നു, അതുപോലെ തന്നെ നേരത്തെ മരിച്ചു പോകുന്നു. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തില് ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത് എന്നുള്ളൊരു പഠനം അവർ നടത്തുകയുണ്ടായി. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ആരാണ്, അത് കൂടുതൽ അവർ കുറെ അധികം ആളുകളെ അവർ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തു. കുറെ ക്യാഷ് ഉള്ളവരെ സെലക്ട് ചെയ്തു, അതുപോലെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ളവരെ, ഫ്ലാറ്റുകൾ ഉള്ളവരെ, അതുപോലെ വെഹിക്കിൾസ് ഉള്ളവരെ, നല്ല ഉയർന്ന വരുമാനത്തിലുള്ള ജോലി ചെയ്യുന്നവരൊക്കെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ അവർക്ക് പിടികിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്
എന്നതിന് അവർക്ക് ഉത്തരം ലഭിച്ചിരുന്നതാണ് ഫാമിലിയുമായും അതുപോലെ തന്നെ മക്കളുമായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ളവരുമായിട്ടൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്, അവരാണ് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ കൂടുതൽ കാലം ജീവിക്കുന്നതെന്നാണ് അവരുടെ പഠനത്തിൽ അവര് തെളിയിച്ചത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് കുറെ പൈസ ഉണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഹാപ്പി ആവണം എന്നില്ല ലൈഫിൽ, അല്ലെ? നമുക്ക് വേണ്ട രീതിയിൽ നമുക്കൊരു ഇന്ററാക്ഷൻ വേണം, അല്ലെ? ആളുകളുമായിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞാല് പരസ്പരം ആളുകൾ തമ്മിൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോണിലൂടെയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെയാണ്, വാട്സപ്പ് മുഖേനയോ ഒക്കെയാണ് നമ്മൾ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോ അധികം ആളുകളും നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പരിചിതമല്ലാത്ത ഒരാളെ കണ്ടാല്, ഒരു അപരിചിതനെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ ചിരിക്കണം എന്നില്ല, അല്ലെ? നമ്മൾ ചിലപ്പോൾ മിണ്ടണം, കാരണം നമുക്കറിയില്ല ആളെ, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അയാളുമായിട്ട് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ പോണമെന്നില്ല. അതുപോലെ തന്നെ ഫാമിലിയിലുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കൂടി കഴിയുമ്പോൾ വേണ്ട രീതിയിൽ സംസാരിച്ചതിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചതിരിക്കാം, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചിലപ്പോൾ അവിടെയും ഉണ്ടാകണം എന്നില്ല. അപ്പോ എന്താ പറയാ, ആളുകളുമായിട്ട് കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്യുന്ന അവസരത്തിൽ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, ആവശ്യമെങ്കിലൊക്കെ പൊട്ടിച്ചിരിക്കുക, നല്ല രീതിയിലൊക്കെ പൊട്ടിച്ചിരിക്കുക, റിലാക്സേഷൻ കിട്ടും നമുക്ക്. അപ്പൊ ഇത്തരം ഓരോ കാര്യങ്ങളും നമ്മൾ ബന്ധങ്ങൾ, നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത് ഊട്ടി ഉറപ്പിക്കുന്നത് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ അവര് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും സാധിക്കും. അപ്പോ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ അവര് ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ഈ ഒരു ഇന്ററാക്ഷൻസ് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അവർക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ വന്നാലോ ഒക്കെ ഈ ചുറ്റിനുമുള്ള ആളുകൾ എപ്പോഴും കൂടെ ഉണ്ടാകും. നിങ്ങളിപ്പോ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ചില കുട്ടികൾ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സ്കൂള് കോളേജൊക്കെ കഴിഞ്ഞ് വന്നവരാണ്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സില് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ആ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കുട്ടി എല്ലാവരുമായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. ആരെങ്കിലും ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടാവും, അല്ലെ? എല്ലാവരുമായിട്ട് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് ആരോടും ഇങ്ങനെ തരംതിരിവോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാള്, അല്ലെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴായാലും ചുറ്റുമുള്ള ആളുകള് അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും നിന്ന് ുള്ള റിലേഷൻസ് കൊണ്ടുവരിക, ചുറ്റിനുള്ളവരെ ചിരിപ്പിക്കുക, ഓക്കെ, അധികം സങ്കടങ്ങളൊന്നും കൊടുക്കാതെ ആരെയും വെറുപ്പിക്കാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറെ ക്യാഷ് ഉണ്ടായിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകണം, അതുപോലെ മെന്റലി നമുക്ക് ഡെവലപ്മെന്റ് വേണം, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഒരു വെൽ ബീയിങ് അല്ലെങ്കിൽ വെൽനെസ് ഉണ്ടാവാന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വെൽനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ വെൽനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നെഗറ്റീവ് തോട്ടോടു കൂടി ഇരിക്കരുത് ഒരിക്കലും, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മളിപ്പോ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്താലും അതിനൊരു പോസിറ്റീവ് ഒരു ഫീല് കൊടുക്കുക, അല്ലെങ്കിൽ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും ആർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോ ഒരു സമയത്ത് സംഭവിക്കുന്നത്, പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് കാണാം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് മാറി മറിയാം. എപ്പോഴും ആൾക്കാർ ഒരുപോലെ ഇരിക്കില്ലല്ലോ. പോസിറ്റീവായിട്ടൊരു ഇമോഷൻസ് ഉണ്ടാക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ചിലരോട് മിങ്കിൾ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ചിലരുണ്ടാവും, അല്ലെ? നമ്മളെ കൺസിഡർ ചെയ്യുന്ന ആളുകള് നമുക്ക് ചുറ്റും ഉണ്ടാവും. എല്ലാവരും ചിലപ്പോ നമ്മളെ കൺസിഡർ ചെയ്യുന്ന വരില്ല,
പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകള് നമ്മുടെ ചുറ്റിലും ഉണ്ടാകും. അവരെ ഐഡന്റിഫൈ ചെയ്യുക, അവരോട് മിങ്കിൾ ചെയ്യുക. നമ്മളെ വേണ്ടാത്തവരെ തേടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മളെ ആവശ്യമുള്ളവരെ തേടി നമ്മൾ പോവുക. അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ്നെസ് ഉണ്ടാകും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. നല്ല റിലേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പോവുക, ചില പ്ലേസസ് വിസിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടെമ്പിളിൽ നമ്മൾ പോകുന്നു, ചർച്ചിൽ നമ്മൾ പോകുന്നു. അവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്, അല്ലെ? നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? എന്തിനാ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്? എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങള് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തല്ലേ നമ്മൾ ദൈവത്തിനെ വിളിക്കുക? നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ആണോ? ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തെ ഓർക്കുക, അല്ലെ? എന്നാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തെ വിളിക്കുന്നതും ദൈവത്തെ ഓർക്കുന്നതും അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, അല്ലെ? ആരും അവരെ സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, വേറെ ആരും അവർക്ക് ഒപ്പില്ല. അപ്പൊ ആ ഒരു സമയത്ത് ദൈവം മാത്രമാണ് നമ്മുടെ തുണ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ ഓർക്കുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ ഒരു ടെമ്പിളിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോകുന്നതെന്ന് വിചാരിക്കാം. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ കുറച്ച് റിലാക്സ് ചെയ്യിപ്പിക്കും, അല്ലെ? ഈ വൈബാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിപ്പോ പള്ളിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഹിന്ദുസ് ആണെങ്കിൽ അമ്പലത്തിൽ പോകും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ചിൽ പോകും. അപ്പൊ രണ്ട് കൂട്ടർക്കും ചെല്ലുമ്പോൾ കിട്ടുന്നത് ഒരേ പോസിറ്റീവ് ഫീലിംഗ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് തിരിച്ചിറങ്ങി അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴും മനസ്സിനൊരു സമാധാനം കിട്ടും, അല്ലെ? അതും വെൽനെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുവാണ്, അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി അവിടെ കിട്ടാറുണ്ട്. ഇഷ്ടപ്പെട്ട എന്ത് കാര്യമാവും നമ്മൾ അതിനെ ടൈം നോക്കാറില്ല പ്രത്യേകിച്ച്. ഇപ്പോ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അത് എന്റെ ജോലി മാത്രമല്ല, എന്റെ ഒരു പാഷനും കൂടിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു പാഷൻ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, അല്ലെ? അത് നിർബന്ധിതമായിട്ട് നമ്മുടെ വരുമാനത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ കൂടെ ആ ഇഷ്ടം കൂടി ഉണ്ടെങ്കിൽ അതിനകത്ത് 100% പെർഫെക്ഷൻ വരും. ആ സമയത്ത് ഞാൻ ടൈം ഒന്നും നോക്കുന്നില്ല, എത്ര സമയം നിങ്ങളെ പഠിപ്പിച്ചു അറിയുന്നില്ല, എന്റെ ജോലി അവിടെ തീരുന്നതേ അറിയുന്നില്ല. അപ്പൊ ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കുക. ജോലി എന്താണ് ചെയ്യാൻ ആഗ്രഹം, ആ ഒരു ജോലി, ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി അതിനകത്ത് നമുക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. റിലേഷൻസ് എന്ന് പറയുന്നത്, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചീത്ത ബന്ധങ്ങളല്ലട്ടോ ഞാൻ പറയുന്നത്, നല്ല നല്ല റിലേഷൻസ്. ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും, അതായത് 100% നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക. അതും വെൽനെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാകുന്നത്, ഒരു അർത്ഥം ഉണ്ടാകുന്നത്. വെറുതെ ഈ ഭൂമിയിൽ നിന്ന് ജനിച്ചു, എന്തൊക്കെയോ ചെയ്തു, ലാസ്റ്റ് മരിച്ചു, ഒരു മീനിങ്ങും ഇല്ല, അല്ലെ? ഒരു പർപ്പസും ഇല്ല, അല്ല? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മരിക്കുമ്പോഴെങ്കിലും അറിയണ്ടേ നമ്മളെ, അത് ആ വ്യക്തിയാണ് മരിച്ചത് കേട്ടോ, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അറിയണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് വേണം? ആരാലും അറിയപ്പെടാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട് പാടില്ല, അല്ലെ? അപ്പൊ ഒരു പർപ്പസ് വേണം, അതുപോലെ തന്നെ ഒരു മീനിങ് ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു അർത്ഥം ഉണ്ടായിരിക്കണം ജീവിതത്തിന്. എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത് ചെയ്തു എന്ന് ആളുകൾ പറയണം. ഓക്കെ, അപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യമുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. അതും വെൽനെസ്സുമായിട്ട്. നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനമായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും, അല്ലെ? ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടായി, അത്
കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ അതിന് വേണ്ടി എന്ത് കാര്യമാണെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലാണ് നമുക്കതിന് 100% റിസൾട്ട് ഉണ്ടാവുക. അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, എഫേർട്ട് എടുക്കുക. 100% ഒരു നാൾ അല്ലെങ്കിൽ കുറച്ച് ചിലവർക്ക് കുറച്ച് നാൾ കൊണ്ടായിരിക്കും ലക്ഷ്യം കംപ്ലീറ്റ് ആവുന്നത്. കുറച്ച് ആളുകൾക്ക് വർഷങ്ങൾ എടുക്കാം അല്ലെങ്കിൽ മാസങ്ങളൊക്കെ എടുക്കാം. അപ്പൊ എന്ത് തന്നെ ആയാലും അത് നമ്മള് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ 100% സക്സസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ വെൽനസുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വിജയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കില്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമിന് ജയിച്ചു എന്ന് വിചാരിക്കുക, എക്സാമിന് പാസ്സായി, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവാർഡ് തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഹാപ്പി ആവില്ലേ? അപ്പൊ അച്ചീവ്മെന്റ്സ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോഴും എന്താണ്, അതും വെൽനസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു വെൽനസ് എന്ന് പറയുന്നത് സുഖം, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് നമ്മൾ വെൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണ്, ജോലിയുണ്ട്, എന്താ പറയാ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുമാനമുണ്ട്. പക്ഷെ അവിടെയൊന്നും നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വെൽനസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ കംഫർട്ട്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിനുള്ളിൽ നമ്മളായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വീട്ടിൽ വന്നാലും പലപ്പോഴും വഴക്കാണെന്ന് വിചാരിക്കുക. ഒരു ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതായത് ജോലിയുണ്ട്, ക്യാഷ് ഉണ്ട്, വാഹനമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ വീട്ടിൽ വന്നാലും ഭാര്യയായിട്ട് വഴക്കാണ്. അവിടെ സമാധാനം, സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ വെൽനസുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു കാര്യം പറയാനുള്ളത് ക്ലൈമറ്റ് വെൽനസ് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് ക്ലൈമറ്റ് വെൽനസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്ലൈമറ്റ് വെൽനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചൂട് കൂടുമ്പോൾ മനുഷ്യര് അസ്വസ്ഥരാകാറുണ്ട്, ഇല്ലേ? അതെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ആ സമയത്ത്? നമുക്ക് അറിയാലോ, നമ്മൾക്ക് ചൂട് എങ്ങനെയാണ്, കേരളത്തിലെ ചൂട് അറിയാം. ആ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ഉയർന്ന ടെമ്പറേച്ചർ ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് രാത്രിയൊക്കെ ചിലപ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്രയും രീതിയിലുള്ള എന്താ പറയാ, സൺറൈസും വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഷോ എപ്പോഴും നമ്മൾ പറഞ്ഞു, എന്തൊരു ചൂടാണ്, എത്ര വെള്ളം കുടിച്ചിട്ടും മതിയാവുന്നില്ല, എത്ര ഫാന്റെ കാറ്റ് കൊണ്ടിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അവിടെ അസ്വസ്ഥരാകുക ചെയ്യുന്നത്. അതും വെൽനസുമായിട്ട് റിലേറ്റഡ് ആണ്. അതിനെ ക്ലൈമറ്റ് വെൽനസ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോ തണുപ്പ് കൂടിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? നമ്മുടെ ഇവിടെ അല്ല, വേറെ പല രാജ്യങ്ങളിൽ, സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്, തണുപ്പ് കൂടിയതാണ്. അവിടെയൊക്കെ അതിശൈത്യമാകുമ്പോഴെന്താണ്, അവിടുത്തെ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അവരെന്ത് ചെയ്യുന്നു, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ട്, പിന്നെ തീ കായാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കും ഇത്തരത്തില് വെൽനസുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ വെല്ലല്ല, ആണോ? വെല്ലാണോ? ഒരിക്കലും അല്ല, അല്ലെ? പൈസ ഉള്ളവർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി പൈസ ഇല്ലാത്തവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെ? കയ്യിൽ 10 പൈസ എടുക്കാനില്ല, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ സാമ്പത്തികം, ഫിനാൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് വെൽനസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പൈസയും വേണം, സമാധാനവും വേണം. പൈസയും വേണം, സമാധാനവും വേണം, എങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അത് ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, അതായത് മാറുന്ന പരിസ്ഥിതി. ഇപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഭയങ്കര പുക, ഭയങ്കര പൊടി ഒക്കെയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഇറിറ്റേറ്റഡ് ആവില്ലേ? ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചില സ്ഥലത്ത് എന്താ പറയാ, റോഡ് പണിയൊക്കെ നടക്കുന്നത് കാണാം. അപ്പൊ ഭയങ്കര പുകയോ അല്ലെങ്കിൽ ഭയങ്കര പൊടി അങ്ങനെയുള്ള കാര്യം, ഡസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ വെൽനസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ
അപ്പൊ ഇത്തരത്തില് പല കാര്യങ്ങളുമായിട്ടും നമ്മുടെ വെൽനസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൽ നമുക്ക് ഒതുക്കാനായിട്ട് പറ്റില്ല. അതിനകത്ത് പല കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Yes, ma'am. ഓക്കെ, Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതൊന്ന് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. കോർഡിനേഷൻ വരെ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. ഞാൻ പറയുന്നവര് മാത്രം വായിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ എല്ലാവരും മൈൻഡിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ആദ്യത്തേത് സ്ട്രെങ്ത് ആണ്. എന്താണ് സ്ട്രെങ്ത്? ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വീഡിയോയിലുള്ള കാര്യം അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള കാര്യം. The capacity of muscles to extract force. ഓക്കെ, ഒന്ന് വിശദീകരിക്കാമോ അതിനെ കുറിച്ച്? എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്ട്രെങ്ത് ഇപ്പൊ വായിച്ച ആളുടെ പേരെന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞാള് Jaisa. ചായ്സ. ആ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സ്ട്രെങ്തിനെ കുറിച്ച്? അതായത് ബോഡിയിൽ ഉണ്ടാകുന്ന മസിൽസ് നല്ല രീതിയിലല്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് ഒരു ജോലി എടുക്കാൻ ഒന്നിനും സാധിക്കില്ലല്ലോ. ഒരു കപ്പാസിറ്റി ഓഫ് ദ മസിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് ആയിട്ടുള്ള ഒരു ജോലി എടുക്കാനും ഒക്കെ സാധിക്കുള്ളൂ. വേറെ ആരെങ്കിലും? വായിച്ച കാര്യം മനസ്സിലാകുന്നത് മാത്രം പറഞ്ഞാൽ മതി. തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റാണെങ്കിലും സാരില്ല, പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. മാം, എന്റെ പേര് ലിഖിത. ലിഖിത. അപ്പോ നമ്മളുടെ ഈ ഫിസിക്കൽ ഫിറ്റ്നസിന് ഏറ്റവും വേണ്ടത് നമുക്ക് മസിൽ സ്ട്രെങ്ത് ആണ്. കാരണം നമുക്ക് പേശിബലം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാത്തിനും സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, ബലം ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിന് ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ വേണ്ടത്. എന്തിനേയും അതിജീവിക്കാൻ പറ്റും. എന്താണ് ആശ? എന്തിനേയും അതിജീവിക്കാൻ പറ്റും നമുക്ക് സ്ട്രെങ്ത് ഓഫ് മൈൻഡ് അല്ലേ? എന്തിനേയും അതിജീവിക്കാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സ്ട്രെങ്ത് ആവശ്യമുണ്ടോ എല്ലാവർക്കും? സ്ട്രെങ്ത് വേണോ? വേണം. എല്ലാവർക്കും സ്ട്രെങ്ത് വേണം. വേണം. ഓക്കെ, വേണം.
അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് സ്ട്രെങ്ത് കൂടിയേ തീരൂ അല്ലെ? ഓക്കെ ഓക്കെ, അതായത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് ശരീരത്തിലെ മസിൽസിന് എത്ര സ്ട്രോങ് ആയി ഫോഴ്സ് പ്രയോഗിക്കാൻ കഴിയും എന്നതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? മസിൽസ് ഉണ്ട് അല്ലെ? ധാരാളം മസിലുകൾ ഉണ്ട്. അതിന് എത്ര സ്ട്രോങ് ആയി ഫോഴ്സ് പ്രയോഗിക്കാൻ കഴിയും, അതായത് ബലം പ്രയോഗിക്കാൻ കഴിയും എന്നതിനെ സ്ട്രെങ്ത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ മസിൽസിന് എത്രയും, അതായത് മാക്സിമം നമുക്ക് എത്ര രീതിയിൽ ഫോഴ്സ് ചെയ്യാൻ പറ്റും അതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ഭാരം ഉയർത്താനായിട്ട് സാധിക്കുക അല്ലെ? ഒരു സാധനം നമ്മൾ കയ്യിലെടുത്ത് ഒരിടത്ത് കൊണ്ട് വെക്കാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? സ്ട്രെങ്ത് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ ഒരു സാധനം നമുക്ക് വലിച്ചു കീറണം. ഒരു പേപ്പർ എടുത്തു എന്ന് വിചാരിക്കുക നിങ്ങൾ, അത് നമ്മൾ കീറി എന്ന് വിചാരിക്കുക, അതിന് നമുക്ക് സ്ട്രെങ്ത് ആവശ്യം അല്ലേ? സ്ട്രെങ്ത് ആവശ്യം വേണ്ടേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു സാധനം തള്ളി നീക്കുവാണ്, നമ്മളൊരു മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഒരു ടേബിൾ തള്ളിക്കൊണ്ട് പോവാണെന്ന് വിചാരിക്കുക, അതിന് സ്ട്രെങ്ത് ആവശ്യമല്ലേ? ഓക്കെ, അപ്പോ ഇത്തരത്തില് പേശികൾക്ക്, അതായത് ഒരു ഭാരം ഉയർത്തുക, അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചു കീറുക, തള്ളി നീക്കുക എന്നിവ ചെയ്യാനായിട്ട് പേശികൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് മസിൽസിന് ആവശ്യമായ ബലം നൽകുന്ന കഴിവാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ഭാരം ഉയർത്തുക, വലിച്ചു കീറുക, തള്ളി നീക്കുക എന്നിവ ചെയ്യാൻ പേശികൾക്ക് മീൻസ് മസിൽസിന് ആവശ്യമായ ബലം നൽകുന്ന കഴിവാണ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും പറഞ്ഞത്? സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മൾ നടക്കുന്നു, അതുപോലെ ഇരിക്കുന്നു, എണീക്കുന്നു, നമ്മൾ പല ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടും എന്താവശ്യമാണ്? സ്ട്രെങ്ത് ആവശ്യമാണ്. ഡേ ടു ഡേ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനും സ്ട്രെങ്ത് ആവശ്യമാണ്. ഓക്കെ, പല അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു അല്ലെ? ഇപ്പൊ നമ്മളൊരു പട്ടി കടിക്കാനായിട്ട് വരികയാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്താ ചെയ്യാ? നമ്മള് മാക്സിമം നമ്മുടെ ചെയ്യാ അല്ലെ? ഡോഗിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്പീഡ് ഉണ്ട് അല്ലെ? അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഓടും. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? ശക്തി വേണ്ടേ? എന്നാൽ മാത്രമേ നമുക്ക് ഓടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പല രീതിയിൽ നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും സ്ട്രെങ്ത് സഹായിക്കും. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മസിൽസിന് ആവശ്യമായിട്ടുള്ള ആ ഫോഴ്സ് കൊടുക്കുന്ന ഒരു കഴിവിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണ്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും സ്ട്രെങ്തിനെ പറ്റി? ഇനി സ്ട്രെങ്ത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന അല്ലെങ്കിൽ മസിൽ ടോൺ ഇംപ്രൂവ് ആവും. മസിൽ ടോൺ ഇംപ്രൂവ് ചെയ്യും കേട്ടോ. ആദ്യത്തെ പോയിന്റ് ആണ്, ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. രണ്ടാമത് നമ്മൾ എളുപ്പത്തിൽ ക്ഷീണിക്കില്ല, നമ്മൾ ടയേർഡ് ആവില്ല പെട്ടെന്ന്. ചില ആളുകളെ കണ്ടിട്ടില്ല, അവർക്ക് ഭയങ്കര വീക്ക് ആയിരിക്കും അവരുടെ ബോഡി എന്ന് പറയുന്നത്. അവരുടെ ബോഡിക്ക് ചിലപ്പോൾ സ്ട്രെങ്ത് ഉണ്ടാവണം എന്നില്ല. എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളായിരിക്കാം ചെയ്യുന്നത്, പക്ഷെ എളുപ്പത്തിൽ അവർ ക്ഷീണിക്കും, പെട്ടെന്ന് തന്നെ ടയേർഡ് ആകും. എന്നാൽ മറ്റുള്ളവർ സ്ട്രെങ്ത് കൂടിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര ജോലി ചെയ്താലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാള് കൃഷിപ്പണിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഒരാൾ ഓഫീസ് വർക്കാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ രണ്ടു പേരോടും ഒരു കല്ലെടുത്ത് ഉയർത്താൻ പറഞ്ഞാല് അത് ഏറ്റവും നന്നായിട്ട് ആരാ ചെയ്യാം? കൃഷിപ്പണി ചെയ്യുന്ന ആളായിരിക്കും അല്ലെ? കാരണം അവര് അത് ചെയ്ത് ശീലമുള്ളവരാണ്. ഓരോ ജോലികൾ, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ഇവര് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ടയേർഡ് ആവില്ല. പക്ഷെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ അവരുടെ ദേഹം അധികം അനങ്ങുന്നുണ്ടാവില്ല അല്ലെ? ഒരു ചെയറിലായിരിക്കും എപ്പോഴും ഇരിക്കുക.
അപ്പൊ ചിലപ്പോൾ അവർക്ക് സ്ട്രെങ്ത് ചിലപ്പോൾ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇത്തരത്തില് എന്താ പറയാ, നമ്മൾ എളുപ്പത്തിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ഷീണം അനുഭവപ്പെടില്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പ്രായമാകുന്ന സമയത്ത്, ഓൾഡ് ഏജിലോട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ടാവും. സ്ട്രെങ്ത് ഉള്ള ആളുകളാണെങ്കിൽ ഓൾഡ് ഏജ് ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഉണ്ടാവും. അവർക്ക് കൈകാലുകളൊക്കെ എളുപ്പത്തിൽ ചലിപ്പിക്കാനൊക്കെ സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനും പറ്റും. അപ്പൊ ഇത്രയുമാണ് സ്ട്രെങ്ത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? എക്സസൈസ് ചെയ്യാം, നല്ല ഫുഡ്, ആരോഗ്യപരമായ ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യാം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതിലൂടെ സ്ട്രെങ്ത് നേടാം. ഓക്കെ. നമുക്ക് ആദ്യം തന്നെ എക്സസൈസ്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. എന്തിനാണ്? സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം, പുഷപ്സ് ചെയ്യാം. പുഷപ്പുകളില്ലേ, പുഷപ്പ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് ചെയ്യാം. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാം. ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എൻഡ്യൂറൻസ് ആണ് കേട്ടോ. എൻഡ്യൂറൻസ് വായിച്ചോ നിങ്ങളത്? വായിച്ചായിരുന്നല്ലേ? ഒരാളൊന്ന് വായിച്ചതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആ കണ്ടന്റ് ഒന്ന് വായിച്ചതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആരാ വായിക്കുന്നേ? ആശ. ആശ ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹലോ മാം. ആദ്യമേ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാം. A health-related compound of physical fitness that relates the muscle's ability to continue to perform without weakness, flexibility. അത്രേ ഉള്ളൂ. ഫ്ലെക്സിബിലിറ്റി അടുത്ത പോയിന്റ് ആണ് കേട്ടോ. എൻഡ്യൂറൻസ് മാത്രം പഠിച്ചാൽ മതി. എന്താണ് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാല്? ആരോഗ്യം, നമ്മുടെ ആരോഗ്യം ബന്ധപ്പെട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഇത്. എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ടില്ലേ മാം? ക്ലിയർ ആയില്ല. ഓക്കെ. പ്രതിരോധശേഷി കൂടാതെ മസിൽസിനെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന. എന്താണ് ഐശ്വര്യ? ഒന്നുകൂടി പറയാമോ? വീക്ക്നെസ് ഒന്നും ഇല്ലാതെ മസിൽസിനെ കൂടുതൽ പെർഫോം ചെയ്യാൻ എബിലിറ്റി ആക്കുന്ന ഒരു ഘടകം. ക്ഷീണവും തളർച്ചയൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള മസിൽസിന്റെ എബിലിറ്റിയാണ് എൻഡ്യൂറൻസ് പറയുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവാണ്. ലോങ് ടേം ആയിട്ടുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് ലോങ് ടേം എന്നാണ് അല്ലെ. ലോങ് ടേം ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ലോങ് റണ്ണിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സൈക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് നമുക്ക് എന്ത് വേണം? ശ്രദ്ധ ആവശ്യമാണ്, എനർജി ആവശ്യമാണ് അല്ലെ. അത് നീണ്ട സമയത്തേക്ക് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവാണിത് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ലോങ് ടേം ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലോങ് റണ്ണിങ്ങിന് പോവുക, സൈക്ലിംഗ് നടത്തുക, ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ആവശ്യമാണ്. അതുപോലെ എനർജി, അത്രയും നേരം, നീണ്ട നേരത്തേക്കല്ലേ നമ്മളിത് ചെയ്യുന്നത്, അത്രയും നേരം നമുക്കിത് ചെയ്യാനുള്ള എനർജിയും ആവശ്യമാണ്. ഓക്കെ.
പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരുത്താനായിട്ട് സഹായിക്കും. നമ്മളിപ്പോ ഒരു ലോങ് ആയിട്ടുള്ള റണ്ണിങ്ങിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സൈക്ലിംഗ് ചെയ്യുവാണെങ്കിലോ നമ്മൾക്ക് ആ ദിവസം മുഴുവൻ നമ്മൾ ഉന്മേഷത്തോടെ ഇരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷീണം വരാതെ നമുക്ക് നീണ്ട നേരം പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമുക്കിപ്പോ പല ആളുകളും നമുക്കറിയാം, എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറേയധികം സമയം നമ്മൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആവും അല്ലെ, പെട്ടെന്ന് നമുക്ക് തലവേദന വരാം, അല്ലെങ്കിൽ ബോഡി പെയിൻ ഉണ്ടാകാം, അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സഹായിക്കുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും, നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടും. നമുക്കറിയാലോ, ഈ റണ്ണിങ്ങിനൊക്കെ പോകുന്ന ആളുകള് അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള കുറെ നാളുകളായിട്ട് അങ്ങനെ നടത്തുന്ന ആളുകൾക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയാരോഗ്യം, ഹാർട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പിന്നെ അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഉയർന്നതായിരിക്കും, കുറേയധികം ആയുസ് ഉണ്ടാവും അവർക്ക് അല്ലെ, വളരെ കാലം ജീവിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര്. അപ്പൊ ഇത് നമ്മൾക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ എൻഡോറൻസ് എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഞാനിപ്പോ കുറെ പോയിന്റ്സ് പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാനായിട്ട് പറ്റുക? റണ്ണിങ്ങിന് പോകാൻ പറ്റില്ലേ? സൈക്ലിങ്ങും റണ്ണിങ്ങും നടത്തുക. സൈക്ലിംഗ്, പിന്നെ വാക്കിംഗ് നടത്താം, സ്വിമ്മിങ് ചെയ്യാം. സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞാൽ നീണ്ട നേരം അല്ലേ, നമ്മൾ ലോങ് ടൈം അല്ലേ, അത് പെട്ടെന്ന് അവസാനിക്കുന്നില്ലല്ലോ. സ്വിമ്മിങ് അതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡാൻസ് ചെയ്യുന്നവർക്ക് ഓക്കെ, അത് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു 30 മിനിറ്റ് എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുക, വാട്ടർ കുടിക്കുക. ഇതൊക്കെ നമുക്ക് എൻഡ്യൂറൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫ്ലെക്സിബിലിറ്റി. ഒരാളൊന്ന് വായിച്ചേ, ഹാൻസ് എക്സ്പ്ലെയിൻ ചെയ്തേ. ഫ്ലെക്സിബിലിറ്റി ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ് health related content of physical strength that relates it to the range of motion available at a job. ചലനത്തിന് സഹായിക്കുന്നു, ചലിക്കാനുള്ള. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി അല്ലേ, ചലനത്തിന് മാത്രമാണോ സഹായിക്കുന്നത്? വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ അതിനകത്ത്? നമ്മൾ ചെയ്ത ജോലിക്ക് അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് മെയ്വഴക്കം എന്നൊക്കെ പറയാം അല്ലെ, ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഓക്കെ. അപ്പൊ എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിലെ ജോയിന്റുകളെ വിവിധ ദിശകളിൽ കൃത്യമായി എളുപ്പത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ശരീരത്തിലെ ജോയിന്റുകളെ, പല പല ജോയിന്റ്സ് ഉണ്ടല്ലേ നമുക്ക്, അതിനെ വിവിധ ദിശകളില് കൃത്യമായി എളുപ്പത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നതാണെന്ത്? ഫ്ലെക്സിബിലിറ്റി. ഓക്കെ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. കൈകൾക്ക് കൃത്യമായി ചുറ്റിത്തിരിയാൻ കഴിയുന്ന, നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്യാണ്? ഡയറക്ഷനിലായിട്ട് പല ഡയറക്ഷനിലോട്ടും പോവാണ് അല്ലെ. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. ഓക്കെ. നമ്മുടെ ശരീരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിക്കനുസരിച്ച് വഴങ്ങുന്നതിനെ പറയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറയാം. ശരീരം നമുക്ക് സുഖമായിട്ട് ചലിപ്പിക്കാൻ കഴിയും. നമ്മൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡി സുഖമായിട്ട് ചലിപ്പിക്കാൻ കഴിയും. പിന്നെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് കുറയും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ജിമ്മിൽ പോവാണെന്ന് വിചാരിക്കുക. അവിടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, എന്തെങ്കിലും ഒരു വെയിറ്റ് ട്രെയിനിങ്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവിടെ ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ.
പിന്നെ നമ്മുടെ പോസ്റ്റർ നിലനിർത്താനായിട്ട് സഹായിക്കും. പോസ്റ്റേഴ്സ്, നമ്മുടെ പൊസിഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ ഉണ്ട്, അതുപോലെ നിൽക്കുന്ന പൊസിഷൻ ഉണ്ട്, കിടക്കുന്ന പൊസിഷൻ ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള പോസ്റ്ററുകൾ നിലനിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എന്ത്? ഫ്ലെക്സിബിലിറ്റി. ഓക്കെ. അതുപോലെ തന്നെ ഓർത്തോപീഡിക് പ്രശ്നങ്ങൾ കുറയും. അസ്ഥി സംബന്ധമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, തേയ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ എല്ല് തേയ്മാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഫ്ലെക്സിബിൾ ആണെങ്കിൽ കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഡാൻസ് ചെയ്യാം. എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കേട്ടോ. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, പിന്നെ യോഗ ചെയ്യാം. യോഗ ബെസ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് കേട്ടോ. പലതരത്തിലുള്ള പോസ്റ്ററുകൾ, ആസനങ്ങളൊക്കെ നമുക്ക് യോഗയിൽ കാണാനായിട്ട് സാധിക്കും. യോഗ ചെയ്യുന്നവരുടെ മെയ്വഴക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവര് പല കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ കൈയും കാലൊക്കെ എവിടെയായിരിക്കും ഇത് ചെയ്യുമ്പോ? കാല് വല്ലോടത്തും കൈ വല്ലോടത്തും തല വല്ലോടത്തും ആയിരിക്കും അല്ലെ? അതെന്തുകൊണ്ടാ? അവര് ഫ്ലെക്സിബിൾ ആവുന്നതുകൊണ്ടാണ്. അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവരുടെ ബോഡിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ കളരി ചെയ്യാം. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലെക്സിബിലിറ്റി അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെയാണ്? ഓക്കെയാണ്. ഓക്കെയാണ് മാം. ഓക്കെയാണ് അല്ലെ? നെക്സ്റ്റ് വൺ സ്പീഡ് ആണ്. സ്പീഡ് ഒരാളൊന്ന് വായിക്കൂ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ. സ്പീഡ് A skill-related component of physical strength that relates to the capacity to perform a movement within a short period of time. അതായത് കുറച്ച് സമയത്തേക്കുള്ള വേഗത, സ്പീഡ് ചെയ്യാനുള്ള ഒരു ഇതിനെയാണ് കഴിവ്. അതെ. അതായത് സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുന്നതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്ത് തീർക്കണം? ആക്ടിവിറ്റി ചെയ്ത് തീർക്കണം. ദാറ്റ് ഈസ് സ്പീഡ്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം നമ്മളത് ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ ചിലപ്പോൾ കൈക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, അല്ലെങ്കിൽ കാലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കാര്യം നമ്മൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് സ്പീഡ്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് ചില ആക്ടിവിറ്റീസിൽ സ്പീഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ്, അതുപോലെ ഫുട്ബോള്, അതുപോലെ തന്നെ ബാഡ്മിന്റൺ എന്നിവയ്ക്ക് ഈ ഒരു സ്പീഡ് എന്ന് പറയുന്ന ഘടകം വളരെയധികം സഹായിക്കും അല്ലെ. ഫുട്ബോൾ കളിയിൽ എങ്ങനെയാണ്? വളരെ പെട്ടെന്നല്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ അവർ ഓരോ മൂവ്മെന്റ്സ് അവർ നീക്കുന്നേ. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ എറിയുമ്പോൾ നമ്മള് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര ഇതിലാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? വളരെ സ്പീഡായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഗെയിംസ്, ഈ ക്രിക്കറ്റ്, ഫുട്ബോള്, ബാഡ്മിന്റൺ പോലുള്ള ഗെയിംസുകളിലൊക്കെ സ്പീഡ് എന്ന് പറയുന്ന ഫാക്ടർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു എന്താ പറയാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ആണ്. ഇതൊരു സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. കാരണം ഇതിനൊരു കഴിവ് വേണം അല്ലെ. ഒരു ഫുട്ബോൾ കളിക്കുമ്പോഴും ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോഴും ബാഡ്മിന്റൺ കളിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് സക്സസ് ആവാനായിട്ട് സാധിക്കുക. മാത്രമല്ല ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ അതിനൊരു സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ കമ്പോണന്റ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ സമയം കഴിയാറായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാരും പറഞ്ഞോളൂ. അത് ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രെങ്ത് പറഞ്ഞില്ലേ, അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയോ മാം? ഫസ്റ്റ് പോയിന്റ് പറയാം. മസിൽ ടോൺ ഇംപ്രൂവ് ചെയ്യുന്നു. മസിൽ ടോൺ. ഓക്കെ മാം, താങ്ക് യു.
ബാക്കിയുള്ള പിന്നെന്താ അനുജ ആരാ ഇപ്പൊ പറഞ്ഞു? എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചായിരുന്നോ? മാഡം ഇതിന്റെ നോട്ട്സ് ആവശ്യമുണ്ടോ? നോട്ട്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഞാൻ ക്ലാസ് പറയുമ്പോൾ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നില്ല, അത് മാത്രം മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ മതി കേട്ടോ. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, ഇതിനേക്കാൾ ഉപരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക്, അത് മാത്രം എഴുതിയാലും മതിയാവും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? മാം ഞാനാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. അർഷിത. ഓക്കെ, ഇന്ന് നമുക്ക് നല്ലപോലെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന ക്ലാസ് എടുത്ത മാമിനും അതുപോലെ തന്നെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച എല്ലാ എന്റെ ഫ്രണ്ട്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അർഷിത, ഞാൻ സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു അർഷിത. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, താങ്ക് യു ma'am. മാം. ക്ലാസ് നന്നായിട്ടുണ്ട് മാം. Thank you. Thank you, ma'am. Thank you.